ഹലോ ഗൈസ്, അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി ഇറച്ചിച്ചോറ് ഉണ്ടാക്കാം. അതിനായിട്ട് 400 ഗ്രാം ഇറച്ചി, ഒരു തക്കാളി, വലിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ തയ്യാറാക്കി വെക്കാം. അതിനുശേഷം നമ്മൾ ഒരു കുക്കർ വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ സവാള ആദ്യം സ്ലൈസ് ചെയ്ത് സവാള ചേർത്ത് കൊടുക്കാം. അത് നന്നായി വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അത് മൂന്നും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നന്നായി വഴറ്റിയതിന് ശേഷം അതിൻ്റെ പച്ചമണം പോയതിന് ശേഷം തക്കാളിയും അതിലേക്ക് ചേർത്ത് വീണ്ടും കുറച്ച് സമയം നമ്മൾ വഴറ്റിയെടുക്കുക. തക്കാളി ഉടഞ്ഞു വരുന്നത് വരെ. തക്കാളി ഉടഞ്ഞു വന്നതിന് ശേഷം നമ്മൾ 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാല, ഇത് മൂന്നും ചേർത്ത് വീണ്ടും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ലുലുവിൻ്റെ നല്ല ബീഫാണ്. ഫ്രഷ് ബീഫ് അല്ല, ഫ്രോസൺ ആണ്. എല്ലില്ലാത്ത ബീഫാണ് വാങ്ങിയിട്ടുള്ളത്. നമുക്കൊരു 7 വിസിൽ വരെ അടുപ്പിച്ചെടുക്കാം. അപ്പോൾ ശരിക്ക് വെന്ത് റെഡിയായി വന്നിട്ടുണ്ടാവും. അതിനുശേഷം നമ്മൾ പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്നതിന് ശേഷം നമ്മൾ കഴുകി വാർത്ത് വെച്ചിരിക്കുന്ന കൈമ റൈസ് അത് അതിലേക്ക് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കുക. നമ്മളിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1.5 ഗ്ലാസ് അരിയാണ്. അതിന് 2 ഗ്ലാസ് വെള്ളം ചേർക്കുക. അത്യാവശ്യം ഗ്രേവി അതിലുള്ളത് കൊണ്ടതാണ് 2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുള്ളത്. വീണ്ടും നമ്മൾ ക്ലോസ് ചെയ്ത് 2 വിസിൽ അടുപ്പിച്ചാൽ മതി. അപ്പോഴത്തേക്ക് ശരിക്ക് റെഡി ആയിട്ടുണ്ടാവും. പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു റെസിപ്പി ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.